കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലാണ് ഞാനൊരു പയ്യനുമായിട്ട് ഫ്രണ്ട് ആവുന്നത്. അപ്പോ അവന്റെ പേരെന്ന് വെച്ചാൽ നിഷാദ് എന്നാണ്. അപ്പോൾ അവന് എറണാകുളത്തേക്ക് പോകുന്നത് +2 കഴിഞ്ഞു. പുതിയൊരു എന്തെങ്കിലും ഒരു പദ്ധതി ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോവാ. അപ്പൊ ഞാൻ ഓൾറെഡി കുറെ കച്ചവടം ചെയ്തതുകൊണ്ട് ഞാൻ അവന്റെ ചോദിച്ചു, എന്ത് കച്ചവടമാണ് ചെയ്യുന്നത്? പറഞ്ഞു, അല്ല ഞാനിങ്ങനെ പ്ലാൻ ആക്കിയിട്ടില്ല, ഉപ്പയൊക്കെ ഫണ്ടൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം ഒന്ന് പ്ലാൻ ആക്കിയിട്ട് ഉപ്പന്റെ അടുത്ത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫണ്ട് എടുക്കണം എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ പോയി. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച്, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ എന്റെ മൈൻഡിലുണ്ട് കേട്ടോ. കാര്യം ഞാനും ചെറുപ്പത്തിലെ ഒരു കച്ചവടക്കാരനാവണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഞാൻ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ചിന്തിച്ച സമയത്ത് ഇപ്പോഴത്തെ ഒരുവിധം പിള്ളേർക്കൊക്കെ ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. ഇറ്റ്സ് മീ സല, വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വൈ ബിസിനസ് നീഡ്സ് എ ട്രെയിനർ എന്നുള്ള വിഷയമാണ്. ഇന്ന് കുറെ കച്ചവടക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് മുളച്ചു വരുന്നുണ്ട്. കച്ചവടക്കാരെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പിള്ളേരുണ്ട്, വലിയ ആൾക്കാരുണ്ട്, അത് വേറെ വിഷയം. അപ്പോ എന്തിനാണ് ഓരോ കച്ചവടത്തിലും ഒരു ട്രെയിനർ ആവശ്യം? എന്തായാലും നമുക്ക് ഉറപ്പാണ്, ഒരു കച്ചവടക്കാരൻ നമ്മളാവുകയാണെങ്കിൽ സെൽഫ് ലേണിംഗ് നമുക്ക് നിർബന്ധം. സെൽഫ് ലേണിംഗ് പറഞ്ഞാൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെ? അപ്ഡേറ്റ് ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് പറഞ്ഞാൽ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് അതിന്റെ കൂടെ എന്തിനാണ് നമുക്ക് നമ്മളെ ബിസിനസ്സിന് ഒരു ട്രെയിനർ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് വാങ്ങുക. ഈ ബുക്ക് വാങ്ങുന്ന സമയത്ത് ഈ ബുക്ക് വായിക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ഈ ബുക്കിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം ആ പുള്ളിക്കാരൻ നമുക്ക് നല്ലോണം സംസാരിച്ച് പറഞ്ഞുതരാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും ഓരോ കാര്യങ്ങളും, അല്ലെ? അതായത് നമ്മൾ വായിക്കുന്നതും വേറൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോകം എന്ന് വെച്ചാല് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വളരെ ഫാസ്റ്റാ. അതിനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേഡിയോ ഇറങ്ങിയത് 36 കൊല്ലം കൊണ്ട് ഈ റേഡിയോ 5 കോടി ആളുകൾക്കാണ് എത്തിയത്, ഡിസ്ട്രിബ്യൂട്ട് ആയത്. എന്നാൽ ChatGPT എന്ന് പറഞ്ഞ സാധനം 2022 ഡിസംബറിൽ വന്നിട്ട് 2023 ജനുവരി ആയപ്പോ ഇത് 100 കോടി ആളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളും അതിനെപ്പരം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായി പോകും, അല്ലെ? ഒരു കച്ചവടക്കാരൻ അതിനെപ്പരം മാറിയില്ലേ, ആ കച്ചവടക്കാരൻ ഇല്ലാണ്ടായി പോകും. അപ്പോ നമ്മൾ പഠിക്കുന്നതിന്റെ പേര് തന്നെ ഒരു സെൽഫ് ലേൺ പിന്നെ ഒരു ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാല് ഒന്ന്, ഈ ട്രെയിനർ ഒരുപാട് ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോ ഈ 10-300 ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് നമ്മളെപ്പോൾ തന്നെ സെയിം കാറ്റഗറീസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ സബ് കാറ്റഗറി ആയിരിക്കും, ചിലപ്പോൾ നമ്മളെ ടോപ്പിലുള്ള കാറ്റഗറീസ് ആയിരിക്കും. ഏതെങ്കിലും കാറ്റഗറീസിലുള്ള ബിസിനസ്സുകൾ പുള്ളി ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒന്ന് ബാക്കിയുള്ള ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻസ്, എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ വിസ്ഡം, ഈ സാധനങ്ങൾ പുള്ളിക്ക് ഉണ്ടാവും. ഒന്ന് പിന്നെന്ന് വെച്ചാൽ എന്തിനാ ഒരു കോച്ച് എന്നുള്ള ചോദ്യത്തിന്, ഒരു